അധ്യാത്മ രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ രാമായണ മാഹാത്മ്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മാവ് അഥവാ ബ്രഹ്മദേവനാണ് പണ്ട് രാമായണം ചമച്ചത്. മംഗളദായകമായ രാമായണത്തിന് 100 കോടി ശ്ലോകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇത് ഭൂമിയിൽ ലഭ്യമല്ല. ഇത് ഭൂമിയിൽ ലഭ്യമല്ല എന്ന് പറയുന്നതിന് കാരണം രാമായണം അത് രചിക്കുന്ന കാലത്തിന് മുൻപ് തന്നെ വാമൊഴിയായി ഇവിടെ നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കെ രാമനാമ ജപത്തിലൂടെ കാട്ടാളനിൽ നിന്നും മുനിശ്രേഷ്ഠനായി തീർന്ന വാത്മീകി മഹർഷിയോട് ഭൂമിയിലുള്ള ജീവികൾക്ക് മോക്ഷം ലഭിക്കുവാനായി രാമായണം രാമായണം രചിക്കുവാൻ ബ്രഹ്മദേവൻ കൽപ്പിച്ചു. മുൻപ് തന്നെ ബ്രാഹ്മണനിൽ നിന്ന് രാമായണം കേട്ടുപഠിച്ച, മുൻപ് തന്നെ ബ്രഹ്മാവിൽ നിന്ന് രാമായണം കഥ കേട്ടുപഠിച്ച് വശമാക്കിയിരുന്ന നാരദ മഹർഷി വാത്മീകിക്ക് വേണ്ട ഉപദേശങ്ങൾ ഓതിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വാണീദേവിയും വാത്മീകിയുടെ നാവിൽ വിളയാടി. വാണീദേവി എന്നാൽ സരസ്വതി ദേവി, അക്ഷരങ്ങളുടെ ദേവി. വാത്മീകി മുനിയുടെ നാവിൽ വാണീദേവി വിളങ്ങിയതുപോലെ തന്നെ എൻ്റെ നാവിലും വാണീദേവി വിളയാടണം എന്ന് കവി ആഗ്രഹിക്കുന്നു. എന്നാൽ ഇങ്ങനെ ആഗ്രഹിക്കുവാൻ കവിക്ക് നാണം തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഋഷിവര്യനായ വാത്മീകി എവിടെ? ശൂദ്രകുലജാതനായ ഈ ഞാനെവിടെ? എനിക്ക് വേദശാസ്ത്രങ്ങൾ പഠിക്കുവാൻ കൂടി വിധിയില്ല. അക്കാലത്ത് ശൂദ്രകുലജാതന് വേദം പഠിക്കുവാനോ വേദം അഭ്യസിക്കുവാനോ അത് കേൾക്കുവാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. അങ്ങനെയുള്ള ഞാൻ 4 വേദങ്ങൾക്കും തുല്യമായ രാമായണം രചിക്കുവാൻ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നതിന് കവി ക്ഷമയോദിക്കുകയാണ്. ആത്മജ്ഞാന തത്വത്തെ പ്രതിബിംബിപ്പിക്കുന്ന ആധ്യാത്മരാമായണം പരമശിവൻ അരുളി ചെയ്തതാണ്. അത് പഠിക്കുന്നവർക്ക് ഈ ഒരു ജന്മം കൊണ്ടു തന്നെ മുക്തി ലഭിക്കും. അതിനാൽ രാമമാഹാത്മ്യം ഉൾക്കൊള്ളുന്ന രാമായണത്തെ എത്രയും ചുരുക്കി ഞാൻ രചിക്കാം, ചൊല്ലാം എന്ന് കവി പറയുകയാണ്. രാക്ഷസന്മാരുടെ ദുഷ്ടത കൊണ്ട് ഭൂമിദേവിക്ക് ഭാരം വർദ്ധിച്ചു. രാക്ഷസന്മാർ നാട്ടിൽ ഭൂമിയിൽ ഒരു ഭാരമായി തീർന്നു. രാക്ഷസന്മാരുടെ രാജാവാണ് രാവണൻ. അപ്പം രാവണനെ നിഗ്രഹിച്ച് ഭൂമിദേവിയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് മഹാവിഷ്ണു ഭൂമിയിൽ ശ്രീരാമനായി അവതാരം ചെയ്തത്. അപ്പോൾ രാവണ നിഗ്രഹത്തിനാണ് ഭൂമിയിൽ ശ്രീരാമൻ അവതാരം ചെയ്തത് എന്ന് കമ്പരാമായണത്തിലും വ്യക്തമാക്കുന്നുണ്ട്. അതായത് രാവണൻ്റെ മരണത്തിന് നാരദമുനിയുടെ ശാപം ഒരു കാരണമായി തീരുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒരിക്കൽ രാവണൻ നാരദമുനിയുടെ അടുക്കൽ വന്ന് ഓംകാരത്തിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം നാരദമുനി നിരസിച്ചു. അപ്പം നാരദമുനിയുടെ നാവ് മുറിച്ചു കളയും എന്ന് രാവണൻ ഭീഷണിപ്പെടുത്തി. ഇതിൽ കുപിതനായ നാരദ മഹർഷി രാവണനെ ശപിച്ചു. എന്തായിരുന്നു ശാപം? നിന്റെ 10 തലകളും മനുഷ്യനാൽ മുറിച്ചു മാറ്റപ്പെടും എന്നതായിരുന്നു ശാപം. അപ്പം രാവണനിൽ മാത്രമല്ല, ഏത് പുരാണങ്ങളിലും നീതിക്കായി നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയാണ് നാരദ മഹർഷി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദൻ. അപ്പം വാത്മീകി മഹർഷി ഈ രാമായണം രചിക്കുവാനുണ്ടായ കാരണക്കാരനും നാരദനാണ്. അതെന്താണ്? ഒരിക്കൽ
ത്രിലോകം ചുറ്റി സഞ്ചരിച്ചു വരുന്ന നാരദ മുനിയോട് ഏറ്റവും മഹാനായ മനുഷ്യൻ ആരാണ് എന്ന് വാത്മീകി അന്വേഷിക്കുന്നു. അപ്പം ശ്രീരാമൻ എന്ന ഒറ്റ ഉത്തരമേ നാരദ മുനിയിൽ നിന്നും ഉണ്ടായുള്ളൂ. മാത്രമല്ല, ശ്രീരാമൻ്റെ ഒരു ലഘു വിവരണവും നാരദ മുനി വാത്മീകിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നാരദൻ യാത്രയായതിനു ശേഷം വാത്മീകി മഹർഷി തപസാ നദിക്കരയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇങ്ങനെ തപസാ നദിക്കരയിൽ എത്തിച്ചേരുന്ന സമയത്താണ് അവിടെ വെച്ച് ക്രൗഞ്ചപ്പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്തു വീഴ്ത്തുന്നതും വാത്മീകി മഹർഷിയിൽ നിന്നും മാനിഷാദ എന്ന തത്വം പുറത്തേക്ക് വരുന്നതും. തുടർന്ന് രാമായണ കഥയുടെ വിവിധ ഭാഗങ്ങളിൽ നാരദ മുനിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പം രാക്ഷസന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ, ദേവഗണമെല്ലാം കൂടി മഹാവിഷ്ണുവിനെ കാണുന്നത്. ആ മഹാവിഷ്ണു പാലാഴി മധ്യേ അനന്തശയനത്തിലായിരുന്നു. മഹാവിഷ്ണു മെത്തയാക്കിയിരിക്കുന്നത് അനന്തൻ എന്ന നാഗത്തെയാണ്. അനന്തൻ്റെ ജനനത്തെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പുരാണങ്ങളിൽ പറഞ്ഞു കാണുന്നത്. പുരാണം അനുസരിച്ച് മഹാവിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവുണ്ടായി. അവൻ ബ്രഹ്മാവ് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും വംശത്തിനു വേണ്ടി പ്രജാപതിമാരെ സൃഷ്ടിച്ചു. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിച്ച പ്രജാപതിമാരിൽ ഒരാളാണ് അനന്തൻ എന്ന് രാമായണത്തിൻ്റെ ആരണ്യകാണ്ഡം വ്യക്തമാക്കുന്നുണ്ട്. അപ്പം പുരാണങ്ങളിലെല്ലാം ഒരേ അഭിപ്രായമല്ല നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന ഒരു സത്യം കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പുരാണത്തിൽ മഹാഭാരതത്തിൽ കാണുന്നത് വേറൊരു രീതിയിലാണ്. മഹാഭാരതത്തിലെ ആദി പർവ്വത്തിൽ പറയുന്നത് കശ്യപ പ്രജാപതിക്ക് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച പുത്രനാണ് അനന്തൻ എന്നാണ്. എന്തു തന്നെ ആയാലും ആദിമകാലം മുതൽ മലയാളികൾ നാഗ ആരാധന ഒരു ആചാരമായി, ഒരു അനുഷ്ഠാനമായി നിലനിർത്തിയിരുന്നു. ഈ അനുഷ്ഠാനം മലയാളക്കരയിൽ വളരെ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നാഗങ്ങൾക്ക് പുരാണത്തിൽ വളരെയേറെ പ്രസക്തി ഉണ്ടാവുകയും ചെയ്തു. അഷ്ടനാഗങ്ങളിൽ ഒന്നാണ് അനന്തൻ. അഷ്ടനാഗങ്ങൾ ആരൊക്കെയാണ്? വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ശംഭൻ, ഗുളികൻ, പത്മൻ, മഹാപത്മൻ, അനന്തൻ എന്നിവരാണ് അഷ്ടനാഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ദേവഗണം കൂടിയാലോചന നടത്തി ആദ്യം ചെന്ന് കണ്ട് സങ്കടം ഉണർത്തിക്കുന്നത് മഹാവിഷ്ണുവിനോടല്ല, മറിച്ച് ബ്രഹ്മദേവനോടാണ്. അപ്പം ബ്രഹ്മദേവനാണ് ദേവഗണങ്ങളെയും കൂട്ടിക്കൊണ്ട് മഹാവിഷ്ണുവിൽ അഭയം പ്രാപിക്കുന്നത്, മഹാവിഷ്ണുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അപ്പം രാവണൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ ബ്രഹ്മദേവൻ നിസ്സഹായനാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ബ്രഹ്മദേവൻ ഇവരെ ദേവഗണങ്ങളെ മഹാവിഷ്ണുവിൻ്റെ അരിക്കൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? ആ ബ്രഹ്മദേവനിൽ നിന്നും രാവണൻ ഒരു വരം സ്വീകരിച്ചിരുന്നു. അത് സൂചിപ്പിക്കുന്നതിന് മുൻപ് രാവണൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. രാവണൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് രാവണന് കിട്ടിയ വരത്തെപ്പറ്റി നമുക്ക് ഒരു പൂർണ്ണമായ അറിവ് ലഭ്യമാവുകയുള്ളൂ. അങ്ങ് രാവണൻ്റെ വംശാവലി നോക്കിയാൽ ബ്രഹ്മദേവൻ്റെ പുത്രനാണ് പുലസ്ത്യൻ. പുലസ്ത്യൻ്റെ പുത്രനാണ് വിശ്രവസ്. ഈ വിശ്രവസിന് കൈകസി എന്ന ഭാര്യയിൽ രാവണൻ ജനിച്ചു. രാവണൻ മാത്രമല്ല, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ എന്നിവരും ഈ ദമ്പതികളുടെ മക്കളാണ്. അപ്പം വിശ്രവസിന് മറ്റൊരു ഭാര്യയായ ദേവകർണിയിലാണ് കുബേരൻ പിറന്നത്. അപ്പം മായാസുരൻ്റെ വളർത്തുമകളായ മണ്ഡോദരിയെയാണ് രാവണൻ വിവാഹം കഴിച്ചത്.
അവർക്ക് മേഘനാഥൻ, അതികായൻ, അക്ഷകുമാരൻ എന്നിങ്ങനെ പുത്രന്മാരും ജനിച്ചു. അപ്പം ദേവേന്ദ്രനെ മായാപ്രയോഗത്താൽ ബന്ധനസ്ഥനാക്കിയ ആളാണ് മേഘനാഥൻ. അതുകൊണ്ട് തന്നെ മേഘനാഥനെ ഇന്ദ്രജിത്ത് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം രാവണൻ ആള് നിസ്സാരനാണെന്ന് കരുതണ്ട, ഒരു രാക്ഷസൻ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്, വിശ്വസിക്കുന്നത് തെറ്റാണ്. രാവണൻ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഹൃദിസ്ഥമാക്കിയ ജ്ഞാനിയാണ്. ജ്ഞാനത്തിൽ അഗ്രഗണനീയനാണ്. കൈക്കരുത്തുണ്ട്, മെയ്ക്കരുത്തും രാജ അധികാരവും ഉള്ള ഒരു സുന്ദര രൂപിയാണ് രാവണൻ. ദേവലോകം കീഴടക്കുകയും നാരദമുനികളെപ്പോലും വെല്ലുവിളിക്കുവാൻ ചങ്കൂറ്റമുള്ളവനുമാണ് രാവണൻ. എന്നാൽ രാവണൻ്റെ ഈ ഗുണങ്ങളെല്ലാം വിനിയോഗിക്കുന്നത് സ്വന്തം കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് രാവണൻ്റെ ഏറ്റവും വലിയ ദോഷം. അപ്പം നളകുബേരൻ്റെ പ്രതിശ്രുത വധുവായ രംഭയെ അപമാനിച്ചതും വേദവതിയെ ബലാത്കാരം ചെയ്തതും അത്രിപത്നിയുടെ മുന്നിൽ വച്ച് മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചതും ഋതുപത്മൻ്റെ പത്നി മദനമഞ്ജരിയെ വ്യഭിചരിച്ചതും സ്നാനത്തിനായെത്തിയ ബ്രാഹ്മണ യുവതികളെ അവരവരുടെ അമ്മമാരുടെ മുന്നിൽ വച്ച് അപമാനിച്ചതും എല്ലാം രാവണൻ്റെ കാമപൂരണത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നതാണ് സത്യം. അവസാനം സീതാദേവിയിൽ കാമാവേശം ജനിക്കുകയും അത് രാവണൻ്റെ നാശത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പം ഇതിൽ നളകുബേരൻ എന്ന് സൂചിപ്പിച്ചത് കുബേരൻ്റെ പുത്രനാണ്. കുബേരൻ ആരാണ്? കുബേരൻ രാവണൻ്റെ സഹോദരനാണ്. ഒരേ അച്ഛൻ്റെ മക്കളാണ്, 2 അമ്മമാരാണെന്ന് മാത്രമേ, നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് പറയുന്നില്ല, അത് 2 അമ്മമാർ ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ രംഭ സഹോദരൻ്റെ പുത്രൻ്റെ ഭാര്യയാണ്, അതായത് സഹോദരപുത്ര വധുവാണ് രംഭ. അപ്പം താൻ പുത്രവധുവാണെന്നും തന്നെ പ്രാപിക്കുന്നത് പാപമാണെന്നും രംഭ പറയുന്നുണ്ടെങ്കിലും കാമപൂരണത്തിന് രാവണന് മുന്നിൽ മറ്റ് ഒരു ബന്ധവും പ്രതിബന്ധമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശ്രവസ് ദേവകർണിയുടെ പുത്രനായ കുബേരനെയാണ് ലങ്കയുടെ ഭരണാധികാരിയായി, ലങ്കയുടെ അനന്തരാവകാശിയായി നിശ്ചയിച്ചത്. കുബേരൻ ഒരു വിഷ്ണു ഭക്തനാണ്. ഇതിൽ അസൂയ പൂണ്ട കൈകസി, നീ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് കുബേരനെ പോലെയായി തീരണം എന്ന് മകനെ ഉപദേശിക്കുന്നു. അങ്ങനെ രാവണൻ തൻ്റെ സഹോദരന്മാരെയും കൂട്ടി ഗോകർണത്തെത്തി തപസ് ആരംഭിച്ചു. പഞ്ചാഗ്നി മധ്യേ നിന്നാണ് രാവണൻ തപസ് അനുഷ്ഠിക്കുന്നത്. അപ്പം 1000 വർഷക്കാലം തപസ് അനുഷ്ഠിച്ചിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. ഇതിൽ കുപിതനായ രാവണൻ തൻ്റെ ഒരു തല അറുത്ത് 10 തലകളിൽ ഒരെണ്ണം അറുത്ത് അഗ്നിയിൽ സമർപ്പിച്ചു. ഇങ്ങനെ ഓരോ 1000 വർഷം കഴിയുമ്പോഴും ഓരോ തലവീതം അറുത്ത് അഗ്നിക്ക് സമർപ്പിച്ചു. അവസാനം 10ാമത്തെ തല അറുത്ത്, അതായത് 10000 വർഷം തപസ് ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 10ാമത്തെ തല അറുത്തെടുക്കുവാൻ തുടങ്ങിയപ്പോൾ, 10000 വർഷം കഴിഞ്ഞു എന്ന് കൂട്ടണം, അറുത്തെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നതും ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പം അദ്ദേഹം ആവശ്യപ്പെട്ടതെന്താ? മനുഷ്യനിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും എനിക്ക് മരണമുണ്ടാകരുത് എന്ന വരമാണ് രാവണൻ സ്വീകരിച്ചത്. അപ്പം ദേവന്മാർ പോലും തന്നെ കൊല്ലുകയില്ല എന്നുള്ള അഹങ്കാരമാണ് രാവണൻ്റെ അഹങ്കാരത്തിന് ഏറ്റവും അടിസ്ഥാനമായ കാര്യം. ഈ വരം കൊടുത്തത് ബ്രഹ്മദേവനാണ്.
ബ്രഹ്മദേവൻ ഈ വരം കൊടുത്തത് കൊണ്ടാണ് ദേവഗണങ്ങളെല്ലാം കൂടി ബ്രഹ്മദേവൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ബ്രഹ്മദേവൻ നിസ്സഹായനായതും മഹാവിഷ്ണുവിനെ പോയി കാണുന്നതും. അപ്പം ഇങ്ങനെ വരം മേടിച്ചു കൊണ്ടുവന്ന രാവണൻ തിരികെ ലങ്കയിലെത്തുകയും തൻ്റെ സഹോദരനായ കുബേരനെ ആട്ടി ഓടിച്ച് ലങ്കയുടെ ഭരണാധിപനായി തീരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭരണാധിപനായി തീർന്നതിന് ശേഷം കുബേരൻ്റെ പുഷ്പവിമാനവും തട്ടിയെടുത്തു. മാത്രമല്ല മഹാവിഷ്ണുവിനെ നിത്യശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ബ്രഹ്മദേവൻ്റെ നേതൃത്വത്തിൽ ദേവഗണം എത്തിയപ്പോൾ തന്നെ മഹാവിഷ്ണു തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാര്യം ഗ്രഹിച്ചു കഴിഞ്ഞിരുന്നു. പരമാനന്ദമൂർത്തിയായ മഹാവിഷ്ണു ഭൂമിയിൽ സൂര്യവംശത്തിൽ ദശരഥൻ്റെ പുത്രനായി ശ്രീരാമനായി അവതാരം ചെയ്തു. ഈ ശ്രീരാമദേവൻ്റെ തൃപ്പാദങ്ങളെ കവി വന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാമായണ മാഹാത്മ്യം ഇത്രയുമാണ്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഉമാ മഹേശ്വര സംവാദത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.